ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി ഫാൻസ് നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള ആ ഒരു വേള തന്നെയാണ് ബസൂക്ക. അതാണ് സിനിമയുടെ പ്രിവ്യൂ ഷോ റിപ്പോർട്ടുകളിൽ നിന്ന് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ. സിനിമയുടെ പ്രിവ്യൂ ഷോകളിൽ നിന്ന് ലഭിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമുക്ക് ഒരേ ഫോർമാറ്റിൽ തന്നെയുള്ളതാണ്. ഹെവി പോസിറ്റീവ് എന്നുള്ള ലെവലിൽ തന്നെയാണ് സിനിമയുടെ പ്രിവ്യൂ ഷോ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം പ്രിവ്യൂ ഷോ ഒക്കെ കൂടുതൽ ഫാൻസാണ് കാണുന്നത്, അല്ലെങ്കിൽ അതിനോടടുത്ത ആളുകൾ തന്നെയാണ്, സിനിമയോട് അടുത്ത ആളുകൾ തന്നെയാണ് കാണുന്നത്. അതിൻ്റെ വിശ്വസനീയത നമുക്ക് കുറവാണ്. പക്ഷേ എല്ലാവരും ഒരേപോലെ പറയുമ്പോൾ വലിയ പ്രതീക്ഷ തന്നെയാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 55,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് വളരെ കുറവാണ്. നമ്മൾ ഏകദേശം 4,000-ഓളം മമ്മൂട്ടി വീഡിയോസ് ചെയ്തിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കുറവെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇനിയും സിനിമയുടെ പ്രിവ്യൂ ഷോ റിപ്പോർട്ടിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ചുള്ള ആ ഒരു വാക്കുകൾ വരുന്നു. മമ്മൂക്കയുടെ ഗംഭീര ഇൻട്രോയും അതേപോലെ തന്നെ സർപ്രൈസ് ആയിട്ടുള്ള മെഗാസ്റ്റാർ ക്യാമിയോ റോൾ എന്നുള്ള പറയുന്നു. അതേപോലെ തന്നെ മറ്റൊരു സംഭവം ഇൻ്റർവെൽ ട്വിസ്റ്റ് എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫ് ഗെയിം സോൺ ആക്ടിവേറ്റഡ്, മമ്മൂട്ടി ഡെലിവേഴ്സ് എ നെവർ സീൻ ബിഫോർ പെർഫോമൻസ് എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള ആ ഒരു ജെനുവിൻ റിപ്പോർട്ട്. അതിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. കാരണം അങ്ങനെ ഒരു റിപ്പോർട്ട് ഇടണമെങ്കിൽ അത്ര ഗംഭീരമായിട്ടുള്ള സംഭവമായിരിക്കാം, അത്ര ഉറപ്പോടുള്ളതായിരിക്കാം. എന്താണേലും ചുമ്മാത് കണ്ട് ഒരാൾ ഇമാതിരി ഒരു റിപ്പോർട്ട് ഇടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, ബസൂക്ക എന്ന സിനിമ ഓരോ മമ്മൂട്ടി ആരാധകർക്കും കൈയടിച്ച് വരവേൽക്കാനുള്ളതാണ്. അതെ, ഇതുവരെ ഇറങ്ങിയ മലയാള സിനിമകളിൽ ക്വാളിറ്റി വൈസ് ഇതിന് മുകളിൽ നിൽക്കാൻ ഒരു സിനിമയും ഇല്ല എന്നുള്ളത് ഉറപ്പിക്കാവുന്നത് തന്നെയാണ്. അപ്പോൾ നാളെ 9 മണിക്ക്, ഇപ്പോൾ നമുക്കറിയാം ടിക്കറ്റ് ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ അങ്ങ് ഭയങ്കര ഗംഭീരമൊന്നുമല്ല, എന്നാലും സാമാന്യം തെറ്റില്ലാത്ത ലെവലിൽ പോകുന്നു. 3 കോടിക്ക് മുകളിൽ ഉള്ള ആ ഒരു കളക്ഷൻ സിനിമയ്ക്ക് ഇതിനോടകം തന്നെ വന്നിരിക്കുന്നു, അതായത് പ്രീസെയിൽ കളക്ഷൻ. പക്ഷേ അതും മമ്മൂട്ടി സിനിമകളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അത് കുറവാണെന്ന് തന്നെ ഞാൻ പറയുകയുള്ളൂ. മമ്മൂട്ടിക്ക് അതിന് മുകളിലേക്ക് കൊണ്ടുവരാം. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, നാളെ ആദ്യ ഷോ കഴിയുമ്പോൾ ടിക്കറ്റ് എടുക്കാത്തവർക്ക് ടിക്കറ്റ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. 300-ന് മുകളിലുള്ള നമുക്ക് കാണാൻ കഴിയുന്ന തിയേറ്ററുകൾ അല്ലെങ്കിൽ സ്ക്രീനുകളാണ് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത്. അതും ഒരു സന്തോഷകരമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ വരുന്നത്. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.